ക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ച് മടങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് സകലരോടും സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അല്ലാതെ സകലരുടെയും രോഗം ഭേദമാക്കുവാനല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തെക്കാൾ ആത്മാവിനാണ് ദൈവം വില കൽപ്പിക്കുന്നത്. സ്നേഹിതരെ, ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. മനുഷ്യപുത്രനായി തീർന്ന ദൈവപുത്രൻ എന്ന അത്ഭുതമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ ചിന്തകളിൽ അല്പമെങ്കിലും നമ്മുടെ ആത്മാവിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തെ സമൂലമായി മാറ്റുമെന്നതിന് സംശയമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ നാമവും പേറി സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തി ദൈവത്തിൻ്റെ സ്ഥാനം കയ്യേറുന്നവർ ക്രിസ്തുവിൻ്റെ എതിരാളി തന്നെ, സംശയം വേണ്ട. അത് അധർമ്മത്തിൻ്റെ മർമ്മമാകുന്നു. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ക്രിസ്തുവിനെ അറിഞ്ഞാൽ എതിർ ക്രിസ്തുവിനെ വേഗത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനങ്ങളിലേക്ക് നമ്മൾക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ മനസ്സാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള മറ്റ് ചിലരെ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം പൗലോസിനെ കണ്ടു, പിന്നീട് നാം തിമത്തിയോസിൻ്റെ മനസ്സ് കാണുകയുണ്ടായി. തിമത്തിയോസിൻ്റെ മനസ്സ് പൗലോസിൻ്റെ മനസ്സുമായി തുല്യ ചിത്തമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇനിയും എപ്പഫ്രാദിത്തോസിൻ്റെ മനസ്സാണ് നാം കാണുന്നത്. ഇവിടെ എപ്പഫ്രാദിത്തോസിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്ന വേറൊരാളാണ് ഈ ഫിലിപ്പിയ സഭയിലെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാദിത്തോസ്. അയാളും പൗലോസും തിമത്തിയോസും എല്ലാം ഒന്നിച്ച് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നിന്നിരുന്ന സഹോദരന്മാരായിരുന്നു. എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയ സഭയിലെ ശുശ്രൂഷകനായിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് സഹായിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. വിശുദ്ധ പൗലോസാണ് ഫിലിപ്പിയയിൽ സഭ സ്ഥാപിച്ചത്. എന്നാൽ എപ്പഫ്രാദിത്തോസിന് പൗലോസിനെക്കുറിച്ച് അസൂയയില്ലായിരുന്നു. പൗലോസിന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നതിനാൽ അവൻ എപ്പഫ്രാദിത്തോസിനെ സ്നേഹിച്ചിരുന്നു. പൗലോസിന് എപ്പഫ്രാദിത്തോസിന് വിശ്വാസവുമായിരുന്നു. ഇവിടെ പറയുന്നു, എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും. ഇത് നല്ലൊരു വിശദീകരണമാണല്ലേ? ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ, എപ്പഫ്രാദിത്തോസിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ വിശേഷണങ്ങളൊക്കെ എത്ര മനോഹരമാണ്. എപ്പഫ്രാദിത്തോസ് എന്നോട് കൂടെ പോരാടുന്ന സഹഭടനാണെന്നത്രേ പൗലോസ് പറയുന്നത്. എൻ്റെ അഭാവത്തിൽ, എൻ്റെ പിൻപിൽ നിന്നെന്നെ കുത്തി എന്നെ നശിപ്പിക്കുവാനല്ല അവൻ ശ്രമിക്കുന്നത്. എൻ്റെ ശത്രുക്കളുമായി അവൻ ചേർന്നെന്നെ ദുഷിക്കുന്നില്ല. വിശ്വാസത്തിനു വേണ്ടി പൗലോസിന് ചുമൽ കൊടുത്തുകൊണ്ട് നിന്നിരുന്ന വ്യക്തിയാണ് ഫിലിപ്പിയ സഭയിലെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാദിത്തോസ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമാണ് എപ്പഫ്രാദിത്തോസ് എന്ന്. ബന്ധനത്തിൽ കഴിയുന്ന പൗലോസിന്, അതായത് ജയിലിൽ കഴിയുന്ന പൗലോസിന് എപ്പഫ്രാദിത്തോസ് വാസ്തവത്തിൽ സഹായമായിരുന്നു. പൗലോസിൻ്റെ ഏകാന്തതയിൽ കൂടെ ഇരിപ്പാൻ, കൂട്ടായ്മ കൊടുപ്പാൻ. താൻ അത് ഇവിടെ അവരെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത്. 26-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു.
എപ്പഫ്രോദിത്തോസിനെ ദീനം പിടിച്ച് കിടന്ന അവസ്ഥയിൽ നാം കാണുന്നു. അവരുടെ, അതായത് ഫിലിപ്പിയിലെ ആ സഭാ ശുശ്രൂഷകന് സുഖമില്ല എന്ന കാര്യം ഫിലിപ്പിയിലെ വിശ്വാസികൾ അറിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും അവനെ കാണുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. നമ്മൾ ഓർക്കണം, ഈ ഫിലിപ്പിയും റോമും തമ്മിൽ വളരെ ദൂരം സഞ്ചരിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അതും കടലിലൂടെ യാത്ര ചെയ്ത് വേണം വരാനായിട്ട്. തൻ്റെ അസുഖ വിവരം അറിഞ്ഞ് ഫിലിപ്പിയിലെ സഭ എപ്പഫ്രോദിത്തോസിനു വേണ്ടി നിലവിളിക്കുകയാണെന്ന് കേട്ടപ്പോൾ അവനും ആകെ അങ്ങ് വിഷമമായി. ഫിലിപ്പിയിലെ സഭയും അവരുടെ സഭാ ശുശ്രൂഷകനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ ഇത് വെളിപ്പെടുത്തുന്നില്ലേ? സഭ എപ്പഫ്രോദിത്തോസിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഞാൻ അനേകം സഭകളിൽ പ്രസംഗിക്കുവാൻ പോകുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ പല പ്രിയമുള്ളവരും എനിക്ക് തരുന്നുണ്ട്. എല്ലാ സഭാവിഭാഗങ്ങളും അതിലുൾപ്പെടും. ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനോട് ആ സഭാജനങ്ങൾക്കുള്ള മനോഭാവത്തിൽ നിന്നും ഒരു സഭയെ മനസ്സിലാക്കുവാൻ പ്രയാസമില്ല എന്ന് ഞാൻ പഠിച്ചു. ദൈവവചനം പ്രസംഗിക്കാതെയും ദൈവവചനം പഠിക്കാതെയും പഠിപ്പിക്കാതെയും അല്ലെങ്കിൽ തെറ്റായി പഠിപ്പിച്ചും പോകുന്നവരെ അംഗീകരിക്കുവാൻ സാധ്യമല്ല എന്ന് എനിക്കറിയാം. ആ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അംഗം അവരുടെ സഭാ ശുശ്രൂഷനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നി. എന്തൊരഭിനന്ദനം! ഈ അച്ഛൻ വന്നതിൽ പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ മാന്യത എല്ലാം പോയി. എത്ര നല്ല പ്രവർത്തനം! എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ശുശ്രൂഷകന് സ്ഥലം മാറ്റം കിട്ടണമെന്ന് പോലും പ്രാർത്ഥിക്കുന്നവരെ ആകുന്നു ഞാൻ കാണാറുള്ളത്. സഭാ ശുശ്രൂഷകൻ ദൈവവചനം പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ആത്മീയനാണ് എന്ന കാര്യം അവർ ആദ്യം മനസ്സിലാക്കണം. ആ കാര്യങ്ങളിലാണ് അവർ മുഷിഞ്ഞിരിക്കുന്നത്, പഠിപ്പിക്കാത്തത് കൊണ്ട്. നമ്മുടെ സഭാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നാം വളരെയേറെ പ്രാർത്ഥിക്കുന്നവരാകേണ്ടതുണ്ട്. ബൈബിൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ തള്ളിക്കളയുന്നത് ഒരു സഭയുടെ മരണമണി മുഴങ്ങുന്നതിന് തുല്യമാണ്. ഇത് ഇന്ന് വളരെയേറെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സാത്താൻ വളരെ തന്ത്രശാലിയാണ്. ഒരു സഭയുടെ യഥാർത്ഥ പരീക്ഷണം അതിൻ്റെ ശുശ്രൂഷകനോടുള്ള മനോഭാവമാണ്. ഫിലിപ്പിയിലെ സഭ അവരുടെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രോദിത്തോസിനെ വളരെയേറെ സ്നേഹിച്ചു. അവനോട് വളരെയേറെ അടുത്തിടപെട്ടു. ആ സഭ നല്ലൊരു സഭയായിരുന്നു എന്നത്രേ അത് കാണിക്കുന്നത്, ഇല്ലേ? 27-ാം വാക്യം, അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഏതോ ഒരു പന്തികേട് പോലെ തോന്നുന്നില്ലേ? ഫിലിപ്പിയിലെ സഭാ ശുശ്രൂഷകനും പൗലോസിൻ്റെ കഷ്ടത്തിൽ കൂടെ ഇരിക്കുവാൻ വന്നവരുമായ എപ്പഫ്രോദിത്തോസിനെ സൗഖ്യമാക്കുവാൻ ഈ വിശുദ്ധ പൗലോസിന് എന്തുകൊണ്ട് സാധിച്ചില്ല? എപ്പഫ്രോദിത്തോസിന് ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു എന്ന് പൗലോസ് തന്നെ പറയുന്നു. അതിൻ്റെ അർത്ഥം, ഈ ലേഖനം എഴുതുന്ന സമയത്ത് പൗലോസിന് രോഗശാന്തി വരം ഇല്ലായിരുന്നു എന്നത്രേ, ഇല്ലേ? പൗലോസിന് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ രോഗശാന്തി വരം ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ്. അതിന് രണ്ട് പക്ഷമില്ല. ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുവനെ പൗലോസ് സൗഖ്യമാക്കുന്നത് നാം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഫിലിപ്പിയിൽ വെച്ച് ഭൂതം ബാധിച്ച ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കിയതായി നാം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 20-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്ന ഒരു യൗവനക്കാരന് പൗലോസിൻ്റെ ഈ വരത്താൽ ജീവൻ തിരികെ കിട്ടിയെന്ന് നാം കാണുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ മറ്റനേകം അത്ഭുതങ്ങളും, പ്രത്യേകിച്ച് അവൻ റോമിലേക്ക് കപ്പലിൽ പോകുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്.
അതേസമയം നാം വായിച്ച ഈ എപ്പഫ്രോദിത്തോസിൻ്റെ രോഗം പോലെ പല രോഗങ്ങളും പൗലോസിന് തൻ്റെ വരത്താൽ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ പൗലോസിന് തൻ്റെ ജഡത്തിൽ ഒരു ശൂലം ഉണ്ടായിരുന്നതായി അവൻ പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. അത് നീങ്ങിക്കിട്ടുവാൻ പൗലോസ് ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നും അതിന് ദൈവം കൊടുത്ത മറുപടി ജഡത്തിലെ ശൂലം മാറ്റുകയല്ല, പിന്നെയോ അത് സഹിക്കുവാനുള്ള കൃപ കൊടുക്കുകയാണ് എന്നത്രേ. ഇനി തിമോത്തിയോസിന് വയറ്റിൽ എന്തോ അസുഖമുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പൗലോസിന് ഈ പറയുന്ന സമയത്ത് രോഗശാന്തി വരം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിമോത്തിയോസിനെ സുഖപ്പെടുത്തിയില്ല? ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. അവൻ്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക എന്നാണ് പൗലോസ് നിർദ്ദേശിച്ചത്. അനേകർക്ക് കള്ളു കുടിക്കുവാനുള്ള ഉപാധിയായി ഈ നിർദ്ദേശം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് അങ്ങനെ ഉൾക്കൊള്ളിക്കാതെ പൗലോസിന് തിമോത്തിയോസിനെ സൗഖ്യമാക്കരുതാഞ്ഞോ? പിന്നെന്തിനാണ് ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞത്? ഇനി ത്രൊഫിമോസിനെ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു എന്ന് തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു. എന്താണ് പൗലോസ് ത്രൊഫിമോസിനെ സൗഖ്യമാക്കാഞ്ഞത്? എന്തിനാണ് അവനെ രോഗിയായി വിട്ടേച്ചു പോകുന്നത്? ഇവിടെ ഇതാ യുവ സഭാശുശ്രൂഷകനായ എപ്പഫ്രാദിത്തോസ്, അവൻ പൗലോസിനോട് കൂടെ താമസിച്ച് അവനെ ശുശ്രൂഷിക്കുകയാണ്. അവൻ ദീനം പിടിച്ച്, സാധാരണ ദീനമല്ല, മരിക്കത്തക്ക അവസ്ഥയിലായി. പൗലോസ് അവനെ സൗഖ്യമാക്കിയില്ല. അവൻ്റെ സൗഖ്യം സ്വാഭാവികമായ രീതിയിലാണ് വന്നത് എന്ന് പൗലോസ് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവൻ ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുന്നു. പൗലോസ് ദൈവം അവനോട് കരുണ ചെയ്തു എന്നത്ര പൗലോസ് പറയുന്നത്. പൗലോസ് എപ്പഫ്രാദിത്തോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പൗലോസിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം കൊടുക്കുകയും ചെയ്തു. എന്നാൽ പൗലോസ് തൻ്റെ രോഗശാന്തി വരം ഉപയോഗിച്ച് എപ്പഫ്രാദിത്തോസിനെ സൗഖ്യമാക്കാഞ്ഞത് എന്തുകൊണ്ട്? ആകെ ചിന്താക്കുഴപ്പത്തിലെത്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ വസ്തുതകളെല്ലാം വ്യക്തമാക്കുന്നത് ഈ രോഗശാന്തി വരം താൽക്കാലികമായിരുന്നു എന്നത്രേ. അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ നിന്നുപോയി എന്നത്രേ ഇത് കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദൈവിക രോഗശാന്തി വരം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഇന്ന് നടത്തുന്നത് തട്ടിപ്പല്ലേ? ഞാൻ അതേക്കുറിച്ച് വിവരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പഠിപ്പിക്കുന്ന ഈ സത്യങ്ങളാൽ ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് എന്നെ തെറ്റിദ്ധരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം. ദൈവിക രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വിധമാണ്. ദൈവം ഇന്നും സൗഖ്യമാക്കുന്നു എന്നതിനെ ഞാൻ ഒരു വിധത്തിലും സംശയിക്കുന്നില്ല. അത് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതും ഇന്നും കുടുംബത്തിൽ അനുഭവിക്കുന്നതുമാകുന്നു. എന്നാൽ ഞാൻ പറയുന്നത് ദൈവം രോഗം സൗഖ്യമാക്കുന്നതും രോഗശാന്തി വരവും തമ്മിലുള്ള വ്യത്യാസമാകുന്നു. ദൈവം ആരെയെങ്കിലും തൽക്ഷണം സൗഖ്യമാക്കുന്നതും രോഗശാന്തി വരം ഉണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയിലൂടെ രോഗസൗഖ്യം ലഭിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതത്രേ നമ്മുടെ ചിന്ത. ഈ രോഗശാന്തി വരം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തിന് പുറത്ത് ഈ അത്ഭുതം കാണിക്കുന്നില്ല? എപ്പോഴും അവർ അവരുടെ നിയന്ത്രണത്തിലുള്ള ചുറ്റുപാടിൽ മാത്രം അവർക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. അവരുടെ സമയത്തിന് തുടങ്ങുകയും അവരുടെ സമയത്തിന് അവസാനിപ്പിക്കുകയും അവർ പരിശീലിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരുടെ ഇടയിൽ മാത്രം ഈ വരം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവർ രോഗികൾ കിടക്കുന്ന ആശുപത്രികളിൽ പോയി രോഗശാന്തി വരം ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ക്രിസ്തു ചെയ്തതുപോലെ എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കുന്നില്ല? അതങ്ങനെ സംഭവിക്കില്ല. കാരണം
അവർക്ക് രോഗശാന്തി വരമില്ല. ബൈബിൾ ദൈവവചനമാകുന്നു എന്ന് അധികാരപ്പെടുത്തുവാൻ നൽകപ്പെട്ട താൽക്കാലിക അടയാള വരമായിരുന്നു രോഗശാന്തി വരം. ഒരിക്കൽ ബൈബിളിനെ അധികാരപ്പെടുത്തിയതിന് ശേഷം രോഗശാന്തി വരം സഭയിൽ നിന്നും മാറ്റപ്പെട്ടു എന്ന് ബൈബിൾ കൃത്യമായി പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ദൈവം സൗഖ്യമാക്കും. ഒരു മനുഷ്യനും അതിൻ്റെ കുത്തക കൊടുത്തിട്ടില്ല എന്ന് ചുരുക്കം. ക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷ തികച്ചു മടങ്ങുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഭൂലോകമൊക്കെയും പോയി സകലരോടും സുവിശേഷം അറിയിപ്പീൻ എന്നത്രേ. അല്ലാതെ ഭൂലോകമൊക്കെയും പോയി സകലരുടെയും രോഗം ഭേദമാക്കുവാനല്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തേക്കാൾ ദൈവം വില കൽപ്പിക്കുന്നത് അവൻ്റെ ആത്മാവിനാണ്. ശരീരത്തിന് വിലയില്ല എന്ന അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പക്ഷം അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിൽ മാത്രമേ കാണൂ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ജഡമാണ്, പിന്നെ നിയന്ത്രിക്കുന്നത് ജഡമാണ്. വിശുദ്ധ ജീവിതം, നിർമ്മല ഉപദേശം, ദൈവവചനത്തിന് വിധേയപ്പെടൽ, യേശുവിനെ മാത്രം ഉയർത്തുക, ആത്മാവിൻ്റെ ഫലം നിറഞ്ഞിരിക്കും എന്നിവയില്ലാത്ത ജീവിതങ്ങൾ ദൈവം ഉപയോഗിക്കുന്നില്ല. തട്ടിപ്പ് കൊണ്ടും വെട്ടിപ്പ് കൊണ്ടും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതിൻ്റെ പിൻപിൽ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ദൈവശിക്ഷ വാങ്ങിക്കിട്ടുവാനുള്ള ഒരു കുറുക്ക് വഴിയെന്നേ ഞാൻ പറയൂ. രോഗശാന്തി വരമുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഈ പറഞ്ഞ വിശുദ്ധിയിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ ശുശ്രൂഷ പണസമ്പാദനത്തിനും നിങ്ങളുടെ പേരിനും പെരുമയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ അതൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ വരമല്ല. അതിനേക്കാൾ രസം, ഈ വരം അവകാശപ്പെടുന്നവർ അത് കൈമാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അവരുടെ മക്കൾക്കോ മരുമക്കൾക്കോ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ പണ്ടൊക്കെ നാട്ടുവൈദ്യന്മാർ തങ്ങളുടെ മരുന്നുകളുടെ കൂട്ട് ആരോടും പറയാതെ മക്കൾക്ക് കൈമാറിയിരുന്നത് പോലെ. അങ്ങനെ വരുമ്പോൾ ഈ വരത്തന്മാരുണ്ടല്ലോ, അന്യായമായി ഉണ്ടാക്കിയ സ്വത്ത് വേറെ ആരും കൊണ്ടുപോകില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓർക്കണം, അന്യായമായി ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കുവാൻ ഇടയാകില്ല. ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, അതായത് താഴ്മയുള്ള മനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതേസമയം ഞാൻ ഒരു രോഗശാന്തിക്കാരനെങ്കിൽ ഞാനായിരിക്കും മുൻപിൽ മഹാനായിട്ടുള്ളത്, ക്രിസ്തുവല്ല. ഞാനല്ല, നമ്മുടെ കർത്താവാണ് വലിയ വൈദ്യൻ. അവനാണ് നമ്മെ സൗഖ്യമാക്കുന്നത്. അവനോട് കാര്യങ്ങൾ തുറന്ന് പറയുക, അവൻ നിങ്ങളെ സൗഖ്യമാക്കും. ഇതിനിടയിൽ നിങ്ങൾക്കാരും വേണ്ട. സകല മഹത്വവും അവന് തന്നെ ലഭിക്കുകയും ചെയ്യേണ്ടതത്രേ. അങ്ങനെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ പൗലോസ് രോഗശാന്തി വരത്തിന് അധികം പ്രാധാന്യം നൽകിയില്ല എന്ന് കാണുന്നു. രോഗിയായി മരിപ്പാറായ ഒരു സഭാ ശുശ്രൂഷകൻ തന്നോട് കൂടെയുണ്ട്, പൗലോസിനോട് കൂടെയുണ്ടായിരുന്നു. എന്നാൽ തനിക്കുണ്ടായിരുന്ന വരം പൗലോസ് ഉപയോഗിക്കുന്നില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് പൗലോസ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സായിരുന്നു അവനുണ്ടായിരുന്നത്. തുടർന്ന് പൗലോസ് എപ്പഫ്രാദിത്തോസിനെ അവരുടെ അടുക്കലേക്ക് മടക്കി അയക്കുന്നു. 28 വാക്യം നോക്കിക്കാട്ടെ. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവർ ദുഃഖിക്കണമെന്നല്ല, സന്തോഷിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. എനിക്ക് ദുഃഖം കുറയേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഫിലിപ്പിയിലെ സഭയുടെ അവസ്ഥ കേട്ട് പൗലോസ് അസ്വസ്ഥനും ദുഃഖിതനുമായിരുന്നു എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അവരുടെ സഭാ ശുശ്രൂഷകനെ ഒരു നല്ല കാര്യം ചെയ്യുവാൻ പൗലോസിൻ്റെ അടുത്തേക്ക് അയച്ചു. അവൻ അവിടെ വെച്ച് മരണപ്പെട്ടു പോയാൽ അത് എല്ലാവർക്കും ദുഃഖമാകുമല്ലോ, അതുകൊണ്ട് ഞാൻ അവനെ മടക്കി അയക്കുന്നു എന്ന് നാം വായിക്കുന്നു. 29 വാക്യം, അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവീൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ.
ഫിലിപ്പിയിൽ നിന്നുള്ള ഈ സുവിശേഷകനോട് പൗലോസ് എത്രമാത്രം ദയയും കരുതലുമുള്ളവനായിരുന്നു. എപ്പഫ്രാദിത്തോസിനെ പോലെയുള്ള ഒരാൾ ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതേ സുഹൃത്തെ, ദൈവവചനം പഠിപ്പിക്കുന്നവരെ നാമും ബഹുമാനിക്കേണ്ടതത്രേ. വ്യക്തികളെയും അവർക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെയും നാം ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ ശ്രദ്ധ പ്രശ്നങ്ങളിലേക്കല്ല, ദൈവവചനത്തിൽ കേന്ദ്രീകരിക്കേണ്ടതാണ്. നാം ദൈവവചനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതത്രേ. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മനസ്സിനെയും വെളിപ്പെടുത്തുന്നത് ദൈവവചനമാണ്. ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടെ, 2-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. എപ്പഫ്രാദിത്തോസ് ക്രിസ്തുവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്യുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സാവശ്യമായിരുന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ റോം ലോകത്തിൽ ആധിപത്യം ഏറ്റെടുത്തിരുന്ന കാലമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. റോമൻ നിയമങ്ങൾ എല്ലായിടത്തും നടപ്പിലായിരുന്നു. നിയമപരമായി ആരോടും ദയയും കരുണയും കാട്ടിയിരുന്നില്ല. എന്നാൽ എല്ലായിടത്തും ക്രമസമാധാനവും നിയമവും നിലനിന്നിരുന്നു. റോമിനോട് യാതൊരു ശക്തിക്കും എതിർക്കുവാനുള്ള കഴിവില്ലായിരുന്നു. അങ്ങനെയുള്ള കാലത്താണ് ഒരു കൊച്ചു മനുഷ്യനായ പൗലോസ്, അവനോടൊപ്പം സമചിത്തതയുള്ള ചില ആളുകളും അഖിലാണ്ടത്തിൽ ഒരു ദൈവമുണ്ട് എന്നും ക്രൂശിൽ കൂടി അവൻ നിവർത്തിച്ച വീണ്ടെടുപ്പ് മൂലം മനുഷ്യജാതിക്ക് കരുണ ലഭിപ്പാൻ ഇടയായി എന്ന സുവിശേഷത്തിൻ്റെ ദൂത് വിളിച്ചറിയിച്ചത്. ആ കാലത്ത് അനേകർ യേശുക്രിസ്തുവിലേക്ക് തിരിയുവാനിടയായി. ഈ പൗലോസ് അപ്പോസ്തലനെ ഒരു റോമൻ പടയാളിയോടുകൂടെ ബന്ധിച്ചിരുന്നു എന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ അവൻ എന്താണ് ആ സമയത്ത് ചെയ്തിരുന്നത്? അവൻ കർത്താവിൽ സന്തോഷിക്കുകയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. അവന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നു. ഒരു യുവാവായ തിമോത്തിയോസിനെ ആ വിജാതീയ നഗരത്തിൽ കാണുവാൻ കഴിയും. ദൈവഭയമില്ലാത്ത സമൂഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ തിമോത്തിയോസിനെ നോക്കുക, അവന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നതിനാൽ പ്രതികൂല സാഹചര്യത്തിലും അവൻ ക്രിസ്തീയ ജീവിതം നയിച്ചു വന്നു. ഇനിയും വേറൊരു മനുഷ്യനെ കൂടി നോക്കിക്കേ. ആ ഫിലിപ്പിയ എന്ന വിജാതീയ നഗരത്തിലെ വിശ്വസ്തനായ ഒരു സഭാശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാദിത്തോസാണ് ആ വ്യക്തി. എപ്പഫ്രാദിത്തോസിനും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നു. ഈ മനസ്സ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നാം ജീവിക്കുന്ന കാലഘട്ടത്തെയും സാഹചര്യത്തെയും നാം പലപ്പോഴും കുറ്റം പറയാറുണ്ട്. എന്നാൽ അത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെ, കുറ്റം പറച്ചിൽ. 1-ാം നൂറ്റാണ്ടിൽ ഈ ആളുകൾക്ക് ക്രിസ്തുവിൻ്റെ ഭാവവും മനസ്സും ഉള്ളവരാകുവാൻ കഴിഞ്ഞെങ്കിൽ നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന സാഹചര്യത്തിലും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുവാൻ കഴിയുന്നത് എത്ര അനുഗ്രഹമാണ്. അനുകരണത്താൽ കൂടിയല്ല, പിന്നെയോ അവന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതിൽ കൂടി പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉളവാക്കുവാൻ, ഉറപ്പിക്കുവാൻ കഴിയും. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ഇത് എത്രമാത്രം ആവശ്യമായ കാര്യമാകുന്നു എന്നോർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴ്മയില്ലാത്തതിൻ്റെ കാരണം നിഗളമുള്ള ഹൃദയം നമുക്കുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ വാഞ്ച ഉണ്ടാകണം. അതിനായി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ആ മനസ്സ് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യും, അത് പകർന്നു തരും. ക്രിസ്തുവിൻ്റെ ചില സ്വഭാവങ്ങൾ അനുകരിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ചിന്തകൾ പോലും ക്രിസ്തുവിൻ്റെ ചിന്തകളായി മാറുന്ന അതിമഹത്തായ അനുഭവം, അതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തികൾക്കല്ല, തലയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കാണ് ദൈവത്തിൻ്റെ സകല നിറവും ലഭിച്ചിരിക്കുന്നത് എന്ന തിരിച്ചറിവ് വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ അത്യന്താപേക്ഷിതമാണ്. പൗലോസിൻ്റെ സന്തോഷത്തിന് കാരണമായിരിക്കുന്ന അനേക വിഷയങ്ങൾ ഈ എഴുത്തിൻ്റെ വരികൾക്കിടയിൽ നമ്മൾക്ക് കണ്ടെത്തുവാൻ കഴിയും.
ക്രിസ്തുവിൻ്റെ മനസ്സുള്ള വ്യക്തികൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന സന്തോഷം അവർണ്ണനീയം തന്നെ. മകൻ അപ്പന് സേവ ചെയ്യുന്നത് പോലെ സേവ ചെയ്ത തിമോത്തിയോസും സ്വന്തം പ്രാണനെ പോലും കരുതാതെ ശുശ്രൂഷ ചെയ്ത എപ്പഫ്രോദിത്തോസും സുവിശേഷ നിമിത്തം തടവറയിലായ പൗലോസിന് വലിയ ആശ്വാസമായി തീർന്നു. കർത്തൃ ശുശ്രൂഷയിൽ പരസ്പരമുള്ള സഹായവും സഹകരണവും വലിയ സന്തോഷവും ആശ്വാസവും പകരുന്ന കാര്യങ്ങളാണ്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കുകയും ചെയ്യുന്നത് ക്രിസ്തീയ കൂട്ടായ്മയുടെ അവിഭാജ്യ ഘടകമാണ്. ക്രിസ്തീയ കൂട്ടായ്മയിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.